ഹലോ, അപ്പം നമ്മുടെ സൺഡേ കറക്കത്തിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഇലവിഴാപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇതെങ്ങനെ പോയെന്നൊക്കെ ഉള്ളത് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണം കേട്ടോ. ഈ ഞായറാഴ്ച എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കേട്ടോ പ്രിജിത്തും അഞ്ചും വരുമെന്ന് പറഞ്ഞത്. പ്രിജിത്തും അഞ്ചും ആരാന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ചായം പറഞ്ഞു എന്നാൽ വേഗം റെഡിയാവുമോ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. സിനിമയ്ക്കാന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും നമ്മൾ വന്നത് ഇലവിഴാപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് തൊടുപുഴയാണ് കേട്ടോ. ഇലവിഴാപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വാഗമണ്ണ്. കുറച്ച് കിലോമീറ്റേഴ്സ് അങ്ങാണ്ട് ദൂരമേ ഉള്ളൂ. ഇച്ചായൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനും കൊച്ചും വേഗം റെഡി ആയിട്ടോ. ഇച്ചാനും റെഡിയായി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോണ വഴിക്ക് കുറേ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ എവിടെ ഇറങ്ങിയൊന്നുമില്ല, നേരെ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നേ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് പാട്ടൊക്കെ കേട്ടോ ആസ്വദിച്ച് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വർത്താനവും ഭക്ഷണം കഴിപ്പൊക്കെ ഒരു വഴിക്ക് കൂടെ നടക്കുന്നുണ്ട്. എങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുമായിരുന്നു കേട്ടോ. എനിക്ക് ഇച്ചാനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. ഞാൻ ഇതിൻ്റെ കാര്യമേ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതാകുമ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് എനിക്ക് ഇനിയും വരാമല്ലോ. ഞാൻ ഈ ഇലവിഴാപ്പൂഞ്ചിറ എന്നുള്ള സ്ഥലം ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലപ്പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. ഇച്ചാൻ കേട്ടിട്ടുണ്ടെങ്കിലും പോയിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുമില്ല, പോയിട്ടുമില്ല. അപ്പോൾ പ്രിജിത്തും ചാനും കൂടിയൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണമാണ് കേട്ടോ. സിനിമയ്ക്കൊന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്, സാരമില്ല പോട്ടെ. ഏതായാലും നമ്മൾ നല്ലൊരു സ്ഥലത്തേക്കാണല്ലോ പോണത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. നമുക്കിപ്പോൾ ക്ലൈമറ്റിന് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് തന്നെ കുറേ സ്ഥലമൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം. നമ്മൾ കുറേ വളവും തിരിഞ്ഞൊക്കെയാണ് കേട്ടോ നമ്മൾ കയറി പോണത്. കുറേ വളവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കൊച്ചിനെ കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കാണാൻ നല്ല സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ റോഡൊക്കെ കാണാൻ പേടിയാവും. കാരണം അപ്പുറം ഇപ്പുറമൊക്കെ നിറച്ച് ഇങ്ങനെ തോട്ടങ്ങളും ഇരുണ്ടറ്റൊക്കെ ചെറിയ സ്ഥലങ്ങളൊക്കെ വരും കേട്ടോ. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അവിടെ നിന്ന് വീട് 2-3 വീടുകളൊക്കെ കണ്ടു. പക്ഷേങ്കിൽ ഒന്നിലും ആൾ താമസമല്ല എന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. കാരണം ഇങ്ങനൊരു സ്ഥലത്ത് എങ്ങനെയാണ് താമസിക്കുക, പിന്നെയല്ലേ മനസ്സിലായത് താമസമില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് പോയിട്ടോ. പിന്നെ കുറേ ആയപ്പോൾ ഞങ്ങൾക്കിടെ ചുറ്റുമാണെങ്കിൽ വണ്ടികളൊന്നുമില്ല. നമ്മൾ പോണയിടത്തേക്കൂടെ ഒരൊറ്റ വണ്ടിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരമായി നമ്മളിങ്ങനെ തന്നെ പോണു. കുറേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് പോണത്. നമ്മളൊരൊറ്റ വണ്ടിയും കണ്ടില്ല. ലാസ്റ്റ് നമ്മളങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു ട്രാവലർ കൂടെ ഇറങ്ങി തന്നെയുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൽ കൂടെയും വണ്ടികൾ പോകും എന്നുള്ളത്. അങ്ങനെ നമ്മളിത് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞത് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നിശ്ചയനും ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പ്രിജിത്ത് 5 ഇതിനു മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. ഞങ്ങളെന്തായാലും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന പോലെയല്ല നമ്മളങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പം. അപ്പോൾ ഞാനും ഞങ്ങളിങ്ങനെ പൈകൽ നടന്നു തുടങ്ങി കേട്ടോ. പകുതി വരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണതിൻ്റെ പകുതി വരെ പ്രിജിത്തും 5 ആണ് കേട്ടോ തക്കുടൂനെ മാറി എടുത്തിട്ടുണ്ടായിരുന്നത്. അവർ തരുന്നുണ്ടായിരുന്നില്ല, അവർ പിടിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് നേരമൊക്കെ അവരെടുത്തു. പകുതി വരെ ബൈക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പ് സർവീസ് ഉണ്ട്. അതും നമ്മൾ ആ എത്തണതിൻ്റെ പകുതി വരെ ഉള്ളൂ. 500 രൂപയാണ് കേട്ടോ ജീപ്പ് സർവീസിന്. അപ്പോൾ പ്രിജിത്ത് എൻ്റെ വീഡിയോയിൽ മുഖം എടുക്കണ്ട എന്ന് പറഞ്ഞാൽ മോന്ത പൊത്തി പിടിച്ചുണ്ടാക്കേണ്ടത്. അവനെയൊക്കെ ഓൾറെഡി കിട്ടീന്നേ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോവാണ് കേട്ടോ. ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വെയിലിനാണെങ്കിലും തണുത്ത കാറ്റായിരുന്നു കേട്ടോ വീശിനുണ്ടായിരുന്നത്. എന്തായാലും ഒരു മടുപ്പുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടന്ന് തന്നെ കയറി കാണുമായിരിക്കും കേട്ടോ നല്ലത്. വർത്താനമൊക്കെ പറഞ്ഞ് പയ്യെ നടക്കുമ്പോൾ നമുക്ക് ദൂരം അറിയേയില്ല. പിന്നെ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ കോടയൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ഒന്ന് നമുക്ക് എന്താ പറയുക ഒരു എന്താ ഇപ്പം അതിന് പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ നല്ല റിലാക്സായിട്ട് കൂളായിട്ട് കയറാം. മിണ്ടിയും പറഞ്ഞൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, സമയം പോണതും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ.
അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അതാ നമ്മുടെ പുഴയൊക്കെ ചെറിയ തോട് കണക്കെ കാണാൻ പറ്റുന്നത്. ആ കാണുന്നൊക്കെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ആ പോണൊക്കെ പുഴയാണ്. പിന്നെ അപ്പുറം വെയിലുണ്ട്. ആ വെയിൽ ഇങ്ങനെ പയ്യെ നമ്മൾ നിൽക്കുന്നിടത്തേക്ക് വരണേണ്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയിട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഈ ചേട്ടൻ എനിക്ക് അവിടെ താഴെ വരെ പോയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഏതോ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ പറയണത്. മമ്മൂക്കയുടെ ഏതോ ഒരു സിനിമയാണെന്നാണ് പറയണത്. അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഏത് സിനിമ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെ ഏത് സിനിമ നടന്നതായിട്ട് ഷൂട്ടിങ് നടന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മഴ ഇങ്ങ് പെയ്തു കേട്ടോ. ആ മഴ പെയ്ത സമയത്ത് നമുക്കവിടെ കുഞ്ഞ് വീട് കണക്കത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടി അതിനകത്ത് കയറി. അതുകൊണ്ട് ഞങ്ങൾ നനഞ്ഞില്ല, പക്ഷേ ബാക്കി എല്ലാവരും നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് പിന്നെ ആ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോടമഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ കാറ്റ്, എൻ്റെ പൊന്നോ എന്തൊരു കാറ്റായിരുന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ തക്കുട് നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവനെ കൊണ്ട് വേഗം പോകണം. അത് കാരണം കൊണ്ട് ഞങ്ങൾ വേഗം പിന്നെ ഇറങ്ങിയിട്ടോ. കുറച്ച് 2-3 ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ അവനെ തൊപ്പിയും ടർക്കിയൊക്കെ ഇടിച്ചായിരുന്നു. അത് കാരണം പിന്നെ പേടിക്കാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴേക്ക് പോന്നു. താഴെ നമ്മുടെ ആ സ്പോട്ടിൻ്റെ ഏറ്റവും കുറച്ച് താഴെയായിട്ടുള്ളതാണ് കേട്ടോ ഈ സ്ഥലം. അതാണ് ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ കുളം. അവിടെ എന്തോ ഐതിഹ്യങ്ങളൊക്കെ ഉള്ളതാണെന്നാണ് കേട്ടോ പറയണത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലിട്ട് പോകാൻ വേണ്ടിയിട്ട് പോരുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല കോടമഞ്ഞ് ഇറങ്ങിയേക്കണ കാരണം നമുക്ക് വഴിയൊന്നും കാണാൻ പറ്റാത്ത പോലെ അത്രയ്ക്ക് കോടമഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കോടമഞ്ഞ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ.